ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. IPL തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമില്ല. IPL കണ്ടില്ലേ, ലൈവ് കണ്ടില്ലെങ്കിൽ ഒരു വികാരമില്ല. കാരണം എന്ത് പറയുന്നത്, പക്ഷെ അത് ലൈവ് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനും തോന്നത്തില്ല. പക്ഷെ ഇന്നത്തെ രാജസ്ഥാൻ്റെ ഹൈദരാബാദിനെ കളി സത്യം പറയാമല്ലോ, ഫസ്റ്റിലെ തന്നെ അവിടെ ഹൈദരാബാദിങ്ങിൻ്റെ ബാറ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷ പോയായിരുന്നു. പിന്നെ സഞ്ജുവും പിന്നെ പരാഗും എല്ലാവരും ഉള്ളൊരു വിശ്വാസമായിരുന്നു. ജയ്സ്വാലൊക്കെ എന്തുവാ കാണിച്ചതെന്ന് പോലും അറിയത്തില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാം. IPL-ലെ രണ്ടാമത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചുവരമായിരുന്നു. തീർച്ചയായിട്ടും മധുര പ്രതികാരം. ഈ രാജസ്ഥാൻ്റെ ബോളേഴ്സിനെ ഒരാളെ പോലും താഴെ നിർത്താതെ അടിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് ഏറി കയറ്റെന്ന് പറയുന്നത് ഇമ്മാതിരി അടി അടിച്ചത് അങ്ങേര്. പേഴ്സണലി ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാനാണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാം, ഇമ്മാതിരി അടിയെ നല്ല കൊണച്ച ബോളേഴ്സ് ആയിരുന്നു എന്തായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ, പറയാതിരിക്കാൻ വയ്യ. ആ പടയം കണ്ട് ഒരു ചേട്ടനെ കണ്ട് ആ വിക്കറ്റ് എടുത്ത ആ ഒന്നോ രണ്ടോ ആൾക്കാർ വിക്കറ്റ് എടുത്ത ആ ആർച്ചറിനെ എന്തോത്തിനും കൊണ്ടുവന്ന പോലും അറിയത്തില്ല. അച്ചാറം പുച്ചറം അടിയായിരുന്നു. ഇങ്ങനത്തെ നല്ല നല്ല ടീമാണ്. ബാറ്റേഴ്സ് എല്ലാം ഉണ്ട്. ബോൾട്ടില്ല, ചഹലില്ല, പിന്നെ മറ്റേ അശ്വിനില്ല. ബോളേഴ്സ് ആരും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച താരമാണ് ഇഷാൻ കിഷൻ. പക്ഷേ ലേലത്തിൽ മുംബൈ ഇഷാനെ കൈവിട്ടപ്പോഴാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടു കൈയും നീട്ടിക്കൊണ്ട് ഇഷാൻ കിഷനെ അവരുടെ ടീമിലേക്ക് വരവേൽപ്പ്. ആ ഒരു വരവേൽപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓറഞ്ച് ജേഴ്സിയിലെ ഇഷാൻ കിഷന്റെ ആദ്യ മത്സരം സെഞ്ചുറിയുമായി BCCI അദ്ദേഹത്തെ വാർഷിക കരാറിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇഷാനെയും ശ്രേയസ് അയ്യരെയും BCCI പരിശീലന മത്സരങ്ങളിലും രഞ്ജി ട്രോഫി പോലുള്ള മത്സരങ്ങളിലും കളിക്കാൻ പറഞ്ഞപ്പോൾ അവർ അത് വിസമ്മതിച്ചപ്പോൾ ആ സമയത്ത് വാർഷിക കരാറിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇരുവരെയും. ആ സമയത്ത് അതിനുശേഷം ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ പിന്നീട് കളിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും BCCI ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ കൊട്ടി അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷാനെ സംബന്ധിച്ചിടത്തോളം 106 റൺസുമായി ഈ ഒരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. 47 പന്തിലാണ് സെഞ്ചുറിയുമായി ഇഷാൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇഷാന്റെ സെഞ്ചുറി 106 റൺസ്, അതുപോലെ ഓപ്പണറായ ട്രാവിസ് ഹെഡിന്റെ 67 റൺസ്, അഭിഷേക് ശർമ്മയുടെ മികച്ച പ്രകടനം, ഇവയൊക്കെ കൂടി ചേർന്നപ്പോൾ 286 എന്ന മാമോത്ത് സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ നേടിയത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിര എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ അല്ല ഈ മത്സരത്തിൽ, അവരുടെ നായകനായിട്ടുള്ളത് സഞ്ജു അല്ല, അവരുടെ നായകനായിട്ടുള്ളത് യുവതാരമായ റിയാൻ പരാഗാണ്. പക്ഷേ അദ്ദേഹം റയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി കാരണം ടാലൻ്റ് ഉള്ള ആളായിരിക്കാം, പക്ഷേ എനിക്ക് പൊട്ടൻ ക്യാപ്റ്റൻസി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ബോളറിൻ്റെ ബോൾ കൊടുത്ത് അയാൾ എറിഞ്ഞ് റണ്ണ് കൊടുക്കുകയാണെന്നുണ്ട് വീണ്ടും കുറച്ചൊരു പിടുത്തമൊക്കെ വേണ്ട ക്യാപ്റ്റനെ കഴിയുമ്പോൾ ഒന്ന് പിടിച്ചൊക്കെ. ഇത് ഉമ്മാതെ വടി കൊടുത്ത് അടി മേടിക്കുന്ന രീതിയിലുള്ള അടിയായിരുന്നു ഇതിൽ കിട്ടിയത്. മൊത്തം ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു. അടിച്ചടി എന്ന് പറയുന്നത് അടിച്ചടിക്ക് കൈയും കണക്കില്ലാത്ത അടിയായിപ്പോയി. ക്യാപ്റ്റൻസി മികവുകൾ ഒന്നും നമ്മൾ കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി അതീവ ശോകമായിരുന്ന ഒരു മത്സരമാണ് ഈ ഒരു ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടത്. രാജസ്ഥാൻ റോയൽസ്, സഞ്ജുവില്ലാതെ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാപ്റ്റന്റെ അഭാവം ശരിക്കും നീളിച്ച മത്സരത്തിൽ ഈ മത്സരത്തിൽ 286 റൺസ് വഴങ്ങിയതിനൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ അവരുടെ നിര ഈ ഒരു സീസണിൽ അതീവ ദുർബലമാണ് എന്ന് തെളിയിക്കുന്ന മത്സരം കൂടിയായിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അവരുടെ പ്ലേയിങ് ലെവലിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന 4 പേർ ഇല്ലാതെയാണ് രാജസ്ഥാൻ ഈ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയത്. നമുക്കറിയാം ട്രെന്റ് ബോൾട്ട് അവരുടെ പ്ലേയിങ് ലെവലിൽ സ്ഥിരമായി അവസരം ലഭിച്ചിരുന്ന താരമായിരുന്നു. ജോസ് ബട്ട്ലറുടെ സാന്നിധ്യമില്ല. അതുപോലെ രവിചന്ദ്ര അശ്വിൻ, യശ്വേന്ദ്ര ചാഹൽ തുടങ്ങിയ മുതിർന്ന പരിചയസമ്പന്നരായ സ്പിന്നേഴ്സിനെയും. ബട്ട്ലർ ബാറ്റ്സ്മാൻ ഇല്ലെങ്കിൽ ഓക്കെ, ബാറ്റ്സ്മാൻമാർ വേറെ ഉണ്ടെന്ന് പറയാം. ഈ ബോളർമാരില്ലാതെ എങ്ങനെ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആണ് ഇനിയും വരുമായിരിക്കും കേട്ടോ. ഇനിയും സഞ്ജു ഒക്കെ വന്നിട്ട് ഇറക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുവാണെന്ന് അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. സഞ്ജുവിൻ്റെ കയ്യിൽ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി കളിയാക്കുന്നത്. അതുകൊണ്ടാണ് 50 അടിച്ച. പക്ഷേ ഞാനൊരു സെഞ്ചുറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അടുത്തിടെ കേട്ടോ സെഞ്ചുറി അടിക്കുമായിരിക്കും. അവരെയൊക്കെ ഈ ലേലത്തിൽ കൈവിട്ട ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഇഷാൻ കിഷൻ അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ അവരെ വലിയ സ്കോറിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച. ഇഷാൻ കിഷന്റെ തിരിച്ചുവരവ് ടീമിലേക്ക് നമുക്കറിയാം കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഇഷാൻ കിഷന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് തീർച്ചയായും ഇത് സെലക്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം താൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സെഞ്ചുറി ആയി എന്ന് തന്നെ പറയാം. പറയാതിരിക്കും, ഇഷാൻ കിഷൻ ഉണ്ടല്ലോ അങ്ങേര് വേറെ ലെവൽ, അങ്ങേര് അടിച്ച് നിക്കറി കയറി കളഞ്ഞ് എന്തൊക്കെ ഒന്നും പറയാനില്ല. എന്തോ പറയാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാനാന്ന് പറഞ്ഞ് ഇവിടെ വന്നുണ്ടെങ്കിൽ വളരെ തന്തയ്ക്ക് വിളിക്കും. കാരണം പറയാൻ എന്തെങ്കിലും ആ പാടാനത് കളിച്ചെന്ന് പറയാം. കാരണം ഒന്നാമത്തെ കാര്യം നല്ല പ്രഷറിലായിരുന്നു കളി തുടങ്ങിയത്. ഏകദേശം 280 റൺ അങ്ങോട്ട് എടുത്ത്, ഏകദേശം അതിനടുപ്പിച്ചെടുത്ത്. കറക്റ്റ് റണ്ണ് എനിക്ക് ഓർമ്മയില്ല.
കയറിയപ്പോൾ തന്നെ ജയ്സ്വാല് കയറിയപ്പോൾ മുതലേ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ബോളൊന്നും മാറ്റി കൊടുക്കുന്നില്ല. അതേ ഉള്ളൂ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഔട്ടായി. അത് പോട്ടെ, ജയ്സ്വാല് പോയി. പിന്നെ വേറെ ജയ്സ്വാലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആദ്യമേ പറയേണ്ടത് റയാൻ പരാഗിനെയാണ്. അത്രയും റൺ അടിച്ച് കയറ്റിയിട്ട് ബാറ്റ്സ്മാൻ ഒരു ബോളെ 120 ബോളെ 280 റൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ബുദ്ധിമുട്ടാടി. അത് എന്തുവാ ഇവന്മാരുടെ രാജസ്ഥാൻ്റെ ഫീൽഡിങ്ങും മോശമായിരുന്നു, ബോളിങ്ങും ഭയങ്കര മോശമായിരുന്നു. ബോളിങ് കൂതറ ബോളിങ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നാണം കെട്ട തോൽവിയായിപ്പോയി. ആ സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് അത്രയും അടിച്ചെടുത്ത്, വേറെ ആരും അടിച്ചത് പോലും ഇല്ല. പിന്നെ പരാഗൊക്കെ കയറി അടിക്കാൻ നോക്കി. പക്ഷേ ഈ ഇത്രയും റണ്ണ് വേണോണ്ട് ആദ്യം തന്നെ അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കി, മൊത്തം ചീറ്റിപ്പോയി. പക്ഷെ എന്നാലും വലിയ നാണം കെട്ട തോൽവിയോടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവർ ഒന്ന് 240 വരെ കണ്ട് എത്തിച്ചു. 46 റണ്ണിനെ കാണാതെ വരുന്നത്. പക്ഷേ എങ്കിലും ആ നല്ല ബോളറും കൂടെ ആയിരുന്നിട്ട് അത്രയും വരത്തില്ലായിരുന്നേ. ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷേ ഇറങ്ങിയിട്ടായില്ല. അടുത്ത കളി സഞ്ജു സാംസൺ വരും. അഞ്ചു അല്ലെങ്കിലും 50 റണ്ണിന് നമ്മൾ 50ക്ക് മണ്ടയ്ക്ക് എടുത്ത് 60 ഇഷ്ടം കണ്ട റണ്ണം എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. 56 64 കണ്ട് എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തത് ചെന്നൈയുടെ വീഡിയോ ചെയ്യാവേ. അടുത്ത ചെന്നൈയുടെ വീഡിയോ വരാൻ പോകുന്നത്, അതും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.